ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. സീരിയൽ രംഗത്ത് നിന്ന് സിനിമയിലെത്തിയ താരമാണ് സുരേഷ് കൃഷ്ണ. വിനയൻ സംവിധാനം ചെയ്ത കരിമാടിക്കുട്ടനിലെ വില്ലൻ വേഷം അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം മലയാള സിനിമയിൽ അരങ്ങേറിയത്. 24 വർഷത്തെ കരിയറിൽ നിരവധി കഥാപാത്രങ്ങളിലൂടെ താരം പ്രേക്ഷകരുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. കരിയറിന്റെ തുടക്കത്തിൽ വില്ലൻ വേഷങ്ങളിൽ ശ്രദ്ധ നൽകിയ അദ്ദേഹം പിന്നീട് കോമഡിയിൽ ചേക്കേറുകയായിരുന്നു. തുടക്കകാലത്തൊന്നും ഭക്ഷണകാര്യത്തിലും ആരോഗ്യകാര്യത്തിലും താൻ അധികം ശ്രദ്ധ കൊടുത്തിരുന്നില്ല എന്ന് പറയുകയാണ് സുരേഷ് കൃഷ്ണ. വില്ലനായി ഒത്തിരി വേഷങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും താൻ തന്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാറില്ല എന്നും അദ്ദേഹം പറഞ്ഞു. സിനിമയിലെത്തിയ സമയത്ത് ഒരു ദിവസം 40 ഇഡ്ഡലി വരെ കഴിക്കുമെന്നും പിന്നീട് അത് മാറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിന് കാരണമായത് മമ്മൂട്ടിയാണെന്നും സുരേഷ് കൃഷ്ണ പറഞ്ഞു. വജ്രം എന്ന ചിത്രത്തിൽ താൻ വില്ലൻ വേഷം ചെയ്തുവെന്നും ആ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് മമ്മൂട്ടിയുമായി കൂടുതൽ അടുത്തതെന്നും സുരേഷ് കൃഷ്ണ പറഞ്ഞു. മമ്മൂട്ടിയുടെ അടുത്തിരുന്നപ്പോഴാണ് ഭക്ഷണകാര്യത്തിലും ആരോഗ്യത്തിന്റെ കാര്യത്തിലും എത്രമാത്രം ശ്രദ്ധ നൽകണമെന്ന് തനിക്ക് മനസ്സിലായെന്നും സുരേഷ് കൃഷ്ണ പറഞ്ഞു. സുരേഷ് കൃഷ്ണയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ഭക്ഷണ കാര്യത്തിലും ആരോഗ്യത്തിന്റെ കാര്യത്തിലും ഏതൊരു കൺട്രോളും വെക്കാത്ത ആളായിരുന്നു. വില്ലൻ വേഷങ്ങളാണ് കൂടുതലും ചെയ്തതെങ്കിലും ആ സമയത്ത് ആരോഗ്യം പരിപാലിക്കണമെന്ന ചിന്തയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം 40 ഇഡ്ഡലിയൊക്കെയാണ് ഞാൻ കഴിച്ചിരുന്നത്. അതുമാറി ആരോഗ്യമൊക്കെ നോക്കണമെന്ന് തോന്നിയത് മമ്മൂട്ടിയെ പരിചയപ്പെട്ടപ്പോഴാണ്. വജ്രം എന്ന സിനിമയിൽ ഞാനായിരുന്നു വില്ലൻ. മമ്മൂട്ടിയുടെ അടുത്ത് കസേരയിട്ട് ഇരിക്കാൻ പറ്റിയത് ആ സമയത്താണ്. അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണവും സ്വന്തം ആരോഗ്യം നോക്കുന്ന രീതിയും എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തി. കയ്യിൽ ഒത്തിരി പൈസയും ചുറ്റും ഒത്തിരി പരിചാരകരും ഉണ്ടായിട്ടും അദ്ദേഹം കഴിക്കുന്നത് പുഴുങ്ങിയ ഇലകളും നട്ട്സുമൊക്കെയാണ്. അതെല്ലാം കണ്ടതിന് ശേഷമാണ് ഞാനും എന്റെ ആരോഗ്യം നോക്കാൻ തുടങ്ങിയത്. സുരേഷ് കൃഷ്ണ പറഞ്ഞു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.